നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കും അതുപോലെ അമിത എണ്ണയും ഒക്കെ നീക്കം ചെയ്ത് നമ്മുടെ സ്കിൻ വളരെ കൂളും റിഫ്രഷും ഒക്കെ ആക്കി വെക്കാനായിട്ടും ക്ലീൻ ആക്കി വെക്കാനായിട്ടും ഒക്കെ ഈ ഒരു ഫേസ് വാഷ് പൗഡർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്കിത് കൈ വെച്ചിട്ട് തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ ഫേസ് വാഷ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കുകയാണല്ലേ പതിവ്. എന്നാൽ ഈ പതിവ് നിർത്തി നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് തയ്യാറാക്കി ഉപയോഗിച്ചാലോ? നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഈ ഒരു ഫേസ് വാഷ് തയ്യാറാക്കാവുന്നതാണ്. ഒരു ഫേസ് വാഷ് പൗഡറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണത് തയ്യാറാക്കുക എന്നും ഉപയോഗിക്കുക എന്നും നോക്കാം. ഈ ഒരു ഫേസ് വാഷ് പൗഡർ തയ്യാറാക്കാനായിട്ട് ഓറഞ്ച് പീൽ പൗഡർ 1 സ്പൂൺ ചന്ദനപ്പൊടി, 1 സ്പൂൺ മുൾട്ടാണി മിട്ടി, 1 സ്പൂൺ റോസ് പെറ്റൽ പൗഡർ, 1 സ്പൂൺ നീം പൗഡർ, 1 സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് റോസ് വാട്ടർ എന്നിവയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് വാഷ് ഇനി തയ്യാറാക്കാമെന്നും ഉപയോഗിക്കാമെന്നും ഒക്കെ നോക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ചന്ദനപ്പൊടി ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. ഈ ചന്ദനപ്പൊടി ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ചർമ്മത്തിൽ വരകളും ചുളിവുകളും വരാതിരിക്കാനും ആക്നെ തടയാനും നമ്മുടെ ചർമ്മം കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കാനും സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 സ്പൂണോളം റോസ് പെറ്റൽ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും നമ്മുടെ ചർമ്മത്തെ ക്ലെൻസ് ചെയ്യാനായിട്ടും നറിഷ് ചെയ്യാനായിട്ടും ഒക്കെ സഹായിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് 1 സ്പൂണോളം മുൾട്ടാണി മിട്ടിയാണ്. എല്ലാം 1 സ്പൂൺ വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മുൾട്ടാണി മിട്ടിയുടെ കൂളിംഗ് എഫക്റ്റ് കാരണം സൺ ഡാമേജ് പോലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാം. അതുപോലെ ടാനിങ്ങും പിഗ്മെൻറ്റേഷനും ഒക്കെ കുറയ്ക്കാനായിട്ടും ഈ ഒരു മുൾട്ടാണി മിട്ടി നല്ലതാണ്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് 1 സ്പൂൺ ഓറഞ്ച് പീൽ പൗഡറാണ്. ഈ ഓറഞ്ച് പീൽ പൗഡർ നമ്മുടെ ചർമ്മം ലൈറ്റൺ ചെയ്യാനും ബ്രൈറ്റ് ആക്കാനും സഹായിക്കും. സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണോളം അരിപ്പൊടിയാണ്. ഈ അരിപ്പൊടി നമ്മുടെ ചർമ്മത്തിലെ കൂടുതലുള്ള എണ്ണ, അതായത് അമിത എണ്ണ നീക്കം ചെയ്യാനും ചർമ്മം നല്ല ശാന്തമാക്കാനും അതുപോലെ തന്നെ ചർമ്മത്തിലെ ഡെഡ് സെൽസ് എല്ലാം നീക്കം ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ആര്യവേപ്പില പൊടി ആണ്. 1 സ്പൂൺ ആര്യവേപ്പില പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആക്നെയോ പിമ്പിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കാനായിട്ട് വളരെ നല്ലതാണ് ഈ ഒരു നീം പൗഡർ. അതുപോലെ സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ കുറയും. ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ള ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ചില്ല് ജാറിലിട്ട് 1 മാസം വരെ ഈ പൗഡർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കാൻ എടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള പൗഡർ എടുത്തിട്ടുണ്ട്. ഈ പൗഡറിൽ നിന്ന് ഒരു നേരത്തെ ഉപയോഗത്തിനായിട്ടുള്ള പൗഡർ എടുക്കുക. അതായത് ഞാനൊരു 2 ടീസ്പൂൺ അളവിനുള്ള പൗഡർ ഇവിടെ എടുക്കുന്നുണ്ട്. ഇനി ഈ പൗഡറിലേക്ക് നമുക്ക് ആവശ്യത്തിന്, അതായത് മിക്സാക്കാൻ ആവശ്യത്തിന് വേണ്ട റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് റോസ് വാട്ടർ അലർജി ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. യാതൊരു കുഴപ്പമില്ല. ഇത് മിക്സാക്കി കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് വീണ്ടും റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യാനുള്ളൊരു കൺസിസ്റ്റൻസി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മിക്സാക്കി നല്ല ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഉപയോഗിച്ച് കൂടെ നോക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്കിത് കൈ വെച്ചിട്ട് തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ ഫേസ് വാഷൊക്കെ വെച്ചിട്ട് കഴുകുമ്പോൾ തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴുകി കൊടുക്കുക. നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ സ്മൂത്തും സോഫ്റ്റും ബ്രൈറ്റും ഒക്കെ ആക്കാനായിട്ട് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സഹായിക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ് ഇത്. സാധാരണ ഫേസ് വാഷ് പോലെ കഴുകി മാറ്റാം. നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കും അതുപോലെ അമിത എണ്ണയും ഒക്കെ നീക്കം ചെയ്ത് നമ്മുടെ സ്കിൻ വളരെ കൂളും റിഫ്രഷും ഒക്കെ ആക്കി വെക്കാനായിട്ടും ക്ലീൻ ആക്കി വെക്കാനായിട്ടും ഒക്കെ ഈ ഒരു ഫേസ് വാഷ് പൗഡർ സഹായിക്കുന്നുണ്ട്. നിങ്ങളും ഇതുപോലെ ഒരു ഫേസ് വാഷ് പൗഡർ തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കിക്കോളുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.